തൃശ്ശൂർ ജില്ലയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമുക്കിപ്പം ബി ഗോപാലകൃഷ്ണൻ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ബി ഗോപാലകൃഷ്ണനോട് ചോദിക്കണമെന്ന് അനിലക്കര എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ആദ്യമേ ചോദിക്കാം. നമ്മൾ ഇതേപോലെ ഇരുന്ന് അനിലക്കര ഒരു പശുവിനെ കൊടുക്കാമെന്ന് പറഞ്ഞു. പശുവായിട്ട് അനിലക്കര നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. തൊഴുത്ത് കിട്ടാത്തതുകൊണ്ട് അങ്ങയുടെ കയ്യിൽ കൈമാറാൻ പറ്റുന്നില്ല. എന്താണ് ആ പശുവിനെ വാങ്ങാത്തതെന്നാണ് ചോദ്യം. വാസ്തവത്തിൽ എനിക്ക് എൻ്റെ സുഹൃത്താണ് അനിലക്കര. ഞാൻ എത്രയോ പ്രാവശ്യം ഈ ജെയ്സൺ, നിങ്ങളുടെ റിപ്പോർട്ടർ ജെയ്സനോടും അതുപോലെ മറ്റു മാധ്യമങ്ങളോടും ഞാൻ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞ ഒരു വ്യവസ്ഥ വേണം. അനിലക്കര ഇത്ര വ്യവസ്ഥയില്ലാത്ത ആളാണെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് നാണക്കേടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത് 1-ാം തീയതി ഗോപാലകൃഷ്ണൻ്റെ വീടിൻ്റെ മുമ്പിൽ പശുവായിട്ട് വരുമെന്ന്. ജനുവരി 1-ന് രാവിലെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ സഹപ്രവർത്തകരും അവിടെ കാത്തു നിൽക്കുകയാണ്. കാണാതായപ്പോൾ ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ജെയ്സനെ വിളിച്ചു. ജെയ്സ ഇതുവരെ എത്തിയിട്ടില്ല. ജെയ്സൺ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ജെയ്സനോട് പറഞ്ഞു, ജെയ്സ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അനിലക്കരയെ വിളിച്ചു. ഞാൻ ഇവിടെ കാത്തിരിക്കാനോട് പറഞ്ഞു. ഞാൻ അല്പ തിരക്കിലാന്നൊക്കെ പറഞ്ഞു. ഇന്ന് വരെ ആ മനുഷ്യൻ എന്നെ തിരിച്ചു വിളിച്ചിട്ട്, ഗോപാലകൃഷ്ണൻ നിങ്ങൾ എവിടെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ പക്ഷേ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് പറയുന്നു മനസ്സിലാക്കിയിട്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഞാൻ ജെയ്സനോട് പറഞ്ഞല്ലോ പശുവിനെ കൊടുക്കാൻ തയ്യാറാണ്, ബി ഗോപാലകൃഷ്ണൻ വാങ്ങാൻ വരുന്നില്ല എന്നാണ്. ഞാൻ നിങ്ങളോട് നമുക്കറിയില്ല. ഒരു മിനിറ്റ്, ജനുവരി 1-ന് ജെയ്സനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ജെയ്സ ജനുവരി 1-ആണ് എനിക്ക് പശുവിനെ കിട്ടിയിട്ടില്ല, ജെയ്സൻ ഇതിൽ ഇടപെടണം. ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞത്? അത്ര മതി, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പശുവിനെ കൊടുത്തല്ലാതെ പശു വിവാദമായി മാറും. ഓൾറെഡി ബി ഗോപാലകൃഷ്ണൻ വിവാദങ്ങളുടെ നായകനായിരിക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കാർമ്മികത്വത്തിൽ 9-ാം തീയതിക്ക് ശേഷം ബി ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പശുവുമായിട്ട് അല്ലക്കര മാത്രമല്ല ഞങ്ങളുണ്ടോ